ഹായ് ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡാൻഡ്രഫ് പോകാനുള്ള ഒരു സംഭവമാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഈ ഡാൻഡ്രഫ് എന്ന് പറയുന്നത് ശരിക്കും വലിയൊരു പ്രശ്നം തന്നെയാണല്ലേ. ചൊറിച്ചിൽ മാത്രല്ലാതെ മുഖക്കുരു വരാനും മുടി നന്നായിട്ട് കൊഴിയാനും ഒക്കെ ഇത് കാരണമാവാറുണ്ടല്ലോ. നമുക്കിത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റുന്ന ഒന്നാണ്. ആദ്യത്തെ യൂസിൽ തന്നെ അതിന്റെ റിസൾട്ട് കാണാനും പറ്റും. അതിനായിട്ട് ആദ്യം തന്നെ ചെയ്യാറുള്ളത് ഹെയർ നന്നായിട്ട് കോംബ് ചെയ്ത് കൊടുക്കലാണ്. സ്കാൽപ്പിൽ നല്ല തട്ടുന്ന പോലെയാണ് കോംബ് ചെയ്യാറുള്ളത് കേട്ടോ. കോമ്പിന്റെ കട്ടിയുള്ള ഭാഗം വെച്ചിട്ട് ഡാൻഡ്രഫ് കൂടുതലായുള്ള ഭാഗം നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കാറുണ്ട്. അതായത് ഈ ഡാൻഡ്രഫ് നമുക്ക് ചില സ്ഥലങ്ങളിൽ കൂടുതലായിട്ട് കാണാറുണ്ടല്ലോ, അവിടെ ഈ കോമ്പിന്റെ കട്ടിയുള്ള ഭാഗം വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതെല്ലാം ഇളക്കിയെടുക്കണം. ഡാൻഡ്രഫ് ഇല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇടാൻ പോകുന്ന പാക്ക് നല്ലതാണ് കേട്ടോ. ഫ്യൂച്ചറിൽ ഡാൻഡ്രഫ് വരാതിരിക്കാൻ മാത്രമല്ല, മുടിയുടെ ഹെൽത്തിനും ഇത് നല്ലത് തന്നെയാണ്. 4-5 മിനിറ്റോളം നല്ല രീതിയിൽ തന്നെ കോംബ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി പാക്ക് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഒറ്റയ്ക്ക് തന്നെ അപ്ലൈ ചെയ്യുന്നത് കൊണ്ടും തലയുടെ എല്ലാ സൈഡിലും ഇത് കറക്റ്റായിട്ട് ആവാനായിട്ടും ഞാൻ ചെയ്യാറുള്ളത് ഇങ്ങനെയാണ് കേട്ടോ. ആദ്യം ഹെയറിനെ സെന്റർ പോർഷൻ ആക്കിയിട്ട് 2 സൈഡിലേക്ക് മാറ്റിയിടും. എന്നിട്ട് ഇത് സ്കാൽപ്പിൽ നല്ല രീതിയിൽ തന്നെ തേച്ച് പിടിപ്പിച്ചിട്ടാണ് കേട്ടോ അപ്ലൈ ചെയ്യാറുള്ളത്. ആദ്യം സെന്ററിൽ തന്നെ അപ്ലൈ ചെയ്ത ശേഷം പിന്നെ ഓരോ സൈഡിൽ നിന്നും ലെയർ ആയിട്ട് മുടിയെടുത്ത ശേഷം അവിടെയും അപ്ലൈ ചെയ്ത് കൊടുക്കലാണ് പതിവ്. ഞാനത് ഈ വീഡിയോയിൽ തന്നെ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അതിനു മുമ്പ് നമ്മൾ ഈ ഡാൻഡ്രഫ് പോകാനായിട്ട് എന്താണ് അപ്ലൈ ചെയ്യണത് എന്ന് കാണണ്ടേ. അതിനായിട്ട് ആദ്യം തന്നെ എടുക്കുന്നത് ഉലുവയാണ്. കുറഞ്ഞതൊരു 2 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് കുതിർത്ത ശേഷമാണ് നമ്മളിപ്പോൾ അരയ്ക്കാനായിട്ട് എടുക്കുന്നത്. ഉലുവന ചില സ്ഥലങ്ങളിൽ വെന്ത എന്നൊക്കെ പറയാറുണ്ട് തോന്നുന്നു അല്ലേ. ആദ്യം ഈ ഉലുവ മാത്രമായിട്ട് മിക്സ്ഡ് ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കും. പിന്നെ അതിലേക്ക് ആഡ് ചെയ്യാറുള്ളത് ഒരു ചെറുപഴമാണ്. ചെറുപഴത്തിന്റെ തോലുകളുടെ ശേഷം 2-3 കഷ്ണങ്ങളാക്കിയിട്ട് മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനകത്തേക്ക് ആഡ് ചെയ്യാറുള്ളത് ആവണക്കെണ്ണയാണ് കേട്ടോ. ആവണക്കെണ്ണയെ എരണ്ട തൈലം എന്നും പറയാറുണ്ട് തോന്നുന്നു അല്ലേ. ഈ ബോട്ടിൽ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് അങ്ങനെയും എഴുതി കാണാറുണ്ട്. നമുക്കിത് ആയുർവേദ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടാറുള്ള ഒന്നാണ്. ഈ ഒരു ബോട്ടിലിന് 60 രൂപയ്ക്ക് റേറ്റ് വരുന്നുള്ളൂ കേട്ടോ. നമ്മൾ ഹെയറിൽ ഓയിലൊന്നും അപ്ലൈ ചെയ്യാതെ തന്നെയാണ് ഈ പാക്ക് ഇടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആവണക്കെണ്ണ 3-4 സ്പൂണോളം എടുക്കാറുണ്ട് കേട്ടോ. പിന്നെ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എഗ് വൈറ്റ് ആണ് കേട്ടോ. എഗ് മുഴുവനായിട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. മുഴുവനായിട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു സ്മെല്ല് കൂടുതലായിട്ട് ഉണ്ടാവുന്നത് കൊണ്ട് ഞാനിപ്പോൾ എഗ് വൈറ്റ് മാത്രമായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല രീതിയിൽ തന്നെ അരച്ചെടുത്തിട്ടാണ് നമ്മളിപ്പോൾ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഉലുവ ഞാൻ എടുത്തിരുന്നത് 2 സ്പൂണാണ് കേട്ടോ. എൻ്റെ ഹെയറിന് ലെങ്ത് കുറവാണല്ലോ, അതേപോലെ തന്നെ ഡാൻഡ്രഫും തലയിൽ ഇപ്പോൾ കുറവാണ്. ഹെയർ നല്ല രീതിയിൽ ലെങ്ത് ഉള്ളവരും ഡാൻഡ്രഫ് കൂടുതലായിട്ടുള്ളവരും ഇതിന്റെ എല്ലാം ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലായിട്ട് തന്നെ എടുക്കണേ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റയ്ക്ക് തന്നെ തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ തലയുടെ എല്ലാ സൈഡിലും കറക്റ്റായിട്ട് ഇത് വരാനായിട്ട് ഇതുപോലെയാണ് കേട്ടോ ഞാൻ ചെയ്യാറുള്ളത്. ഫ്രണ്ട് പോർഷൻ ഓരോ ലെയർ ആയിട്ട് 2 സൈഡിൽ നിന്നും ചെയ്ത് കഴിഞ്ഞ ശേഷം പിന്നെ ആ പോർഷൻ ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് ബാക്ക് സൈഡിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും. അതും ഇതേപോലെ തന്നെ ഓരോ ലെയറായി എടുത്തിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കാറുള്ളത് കേട്ടോ. ഡാൻഡ്രഫ് കൂടുതലായിട്ടുള്ളവര് 4 ആഴ്ച ഇത് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഡാൻഡ്രഫ് ഫുള്ളായിട്ട് തന്നെ പോയി കിട്ടും. അതായത് ആഴ്ചയിൽ 1 ദിവസം കേട്ടോ. അങ്ങനെ 4 തവണ ചെയ്യുമ്പോൾ തന്നെ ഇത് ക്ലിയർ ആയിട്ടും പോവും. അതിനുശേഷം മാസത്തിൽ 1 തവണ മാത്രമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. തലയിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത ശേഷം കുറഞ്ഞത് അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ വെച്ചാൽ അത്രയും നല്ലതാണ് കേട്ടോ. അതിനുശേഷം കഴുകിക്കളയാം. അതേപോലെ തന്നെ നമ്മളിത് കഴുകിക്കളയുന്ന സമയത്ത് ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യാതെ തന്നെ വേണം കേട്ടോ കഴുകാനായിട്ട്. 100% റിസൾട്ട് ഉള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ കേട്ടോ. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും ബൈ.